നമസ്കാരം. അതിബുദ്ധിമാനായ ചാണക്യനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെല്ലാവർക്കും അറിയാം. 2012 മുതൽ 14 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് മോദി ഒരുക്കിയ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു 14 പ്രധാനമന്ത്രിയായി ഡൽഹിയിലെത്തുന്നത്. ഒരു കാലത്ത് BJPയിലെ ആഭ്യന്തര പ്രശ്നം മൂലം ഗുജറാത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴാണ് മോദി എന്ന RSS നേതാവ് ഡൽഹിയിൽ ആദ്യമായി എത്തുന്നത്. ആ കാലയളവിൽ മോദി ഗുജറാത്തിലേക്ക് തിരിച്ചു പോയിട്ട് പോലുമില്ല. അന്ന് മോദി സ്വാംശീകരിച്ചെടുത്ത തന്ത്രവും ശക്തിയും 2 വർഷം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നതിന് ഫലപ്രദമായി ഉപയോഗിച്ചു. അങ്ങനെ അധികാരത്തിലെത്തിയ മോദി വലിയ ഭൂരിപക്ഷത്തോടു കൂടി 2019 അത് ആവർത്തിച്ചു. 2024 നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ പ്രധാനമന്ത്രിയാകണമെന്നത് മോദിയുടെ ആഗ്രഹമാണ്. 3 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പ്രധാനമന്ത്രിയാകുന്നതോടെ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി കസേരയിൽ ഏറ്റവും അധിക കാലം ഇരിക്കുന്ന നേതാവായി മോദി മാറുകയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രം എന്താണെന്ന് മോദിക്ക് നന്നായി അറിയാം. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യമായി മോദി ഉപയോഗിക്കുന്ന മതക്കാർഡ് തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസമായി പല മണ്ഡലങ്ങളിലും മോദി നടത്തുന്ന പ്രസംഗം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മോദിക്കെതിരെ നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലെന്ന് മോദിക്കും അറിയാം, രാജ്യത്തിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിവാദമായിട്ടും മോദി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മോദിയുടെ കെണിയിൽ വാസ്തവത്തിൽ പ്രതിപക്ഷം വീണുപോയി. സകല പ്രതിപക്ഷ പാർട്ടികളും മോദിയുടെ പ്രസ്താവനയെ പിടിച്ച് വിവാദമാക്കുന്നു, തർക്കമുണ്ടാക്കുന്നു, വാർത്തകൾ സൃഷ്ടിക്കുന്നു. അത്തരമൊരു വിവാദവും വാർത്തയും അതിന് BJP പ്രവർത്തകർ കൂട്ടത്തോടെ നൽകുന്ന മറുപടിയുമാണ് മോദിയുടെ തന്ത്രം എന്ന് പറയുന്നത്. അതങ്ങനെ ചൂടുപിടിച്ചു പോകുമ്പോഴാണ് അതിന് മറുപടിയുമായി എത്തിയ ഒരു കോൺഗ്രസ് നേതാവ് സെൽഫ് ഗോൾ അടിച്ചത്. മോദിയുടെ പ്രസംഗത്തിന് പല പശ്ചാത്തലമുണ്ട്. ഒന്ന്, മൻമോഹൻ സിംഗ് 2006 നടത്തിയ മുസ്ലിമുകൾക്ക് വിഭവങ്ങളുടെ മേൽ പ്രാഥമിക പരിഗണനയുണ്ട് എന്ന പല കാരണങ്ങളാൽ ഉണ്ടായ പ്രസ്താവനയും അതിന്റെ തുടർച്ചയായി ഇപ്പോൾ കോൺഗ്രസുകാർക്ക് ഇരിക്കുന്ന പ്രകടന പത്രികയുമാണ്. ഈ പ്രകടന പത്രികയിലെ സാധാരണഗതിക്ക് വിപ്ലവകരമെന്ന് പരിഗണിക്കപ്പെടാവുന്ന, ചർച്ചയാക്കപ്പെടാവുന്ന വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ആ വിവാദത്തിന് മറുപടി പറയാനെത്തിയ സാം പിത്രോദ വാസ്തവത്തിൽ മോദിയുടെ മുകളിലേക്ക് ഒരു ബോംബിട്ടതാണ്. ആ ബോംബ് ചാടിപ്പിടിച്ച് അതുകൊണ്ട് അമ്മാനമാടുകയാണ് മോദി ഇപ്പോൾ. പിത്രോദ ഒരു വാർത്താ ഏജൻസിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ വിവാദ പ്രസ്താവന എങ്ങനെയാണ്? In America, there is an inheritance tax. So if, let's say, one has $100 million worth of wealth, and when he dies, he can only transfer probably 45% to his children. 55% is grabbed by government. Now that's an interesting law. It says, you in your generation made wealth. You are leaving now. You must leave your wealth for public. Not all of it, half of it. Which to me sounds fair. അമേരിക്കൻ മോഡലിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തും എന്നാണ് പിത്രോദ പറഞ്ഞത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും പണവും സ്വത്തുമൊക്കെ പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും എന്ന് മോദി പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു പ്രക്രിയയില്ല. ഒരു പക്ഷെ മരിച്ചതിന് ശേഷം ഇൻഹെറിറ്റൻസ് ടാക്സ് പോലെയുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആവാം എന്ന് പിത്രോദ പറഞ്ഞത് കുഴപ്പത്തിലായി. ഈ പിത്രോദ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രജ്ഞന്മാരിൽ ഒരാളാണ്, ചെറുതായി കാണരുത്. അദ്ദേഹം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരെ പോലെ ഡിഗ്രിക്ക് ശേഷം അമേരിക്കയിൽ പഠിക്കാൻ പോയതാണ്. വലിയ യൂണിവേഴ്സിറ്റിയിൽ, ഷിക്കാഗോയിലെയും അടക്കമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ ടെലികോം എഞ്ചിനീയറിംഗ് പാസ്സായി. അവിടുന്ന് അമേരിക്കൻ പൗരത്വം എടുത്തു. അങ്ങനെ അവിടെ ജീവിക്കുമ്പോഴാണ് അദ്ദേഹം നാട്ടിൽ അവധിക്ക് വന്നിട്ട് ഷിക്കാഗോയിലുള്ള തന്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. 80കളിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് തോന്നലുണ്ടായി ഇവിടെ ഒരു ടെലികോം മാറ്റം ഉണ്ടാവണം. അങ്ങനെ അമേരിക്കയിൽ തുടങ്ങി വെച്ച ടെലികോം വിപ്ലവം ഇവിടെ കൊണ്ടുവരികയാണ്. ഇന്ദിരാഗാന്ധിയാണ് 84 വിളിച്ചുകൊണ്ടുവരുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം ചില നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി പൊടുന്നതിന് വെടിയേറ്റ് മരിക്കുന്നു. പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതോടെ ടെലികോമിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സാം പിത്രോദയ്ക്ക് വരുന്നു. ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിന്റെ പിതാവാണ് വാസ്തവത്തിൽ സാം പിത്രോദ. നമ്മളിങ്ങനെ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കടപ്പാടുണ്ടായിരിക്കേണ്ട ഒരു നേതാവാണ് പിത്രോദ. പിത്രോദയുടെ അതിശക്തമായ ഇടപെടലുകളാണ്. പിന്നീട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ പിത്രോദ അമേരിക്കയിലേക്ക് മടങ്ങുന്നു. അമേരിക്കയിലെ ബിസിനസ്സിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നു. പിന്നീട് 2004 മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും പിത്രോദയെ കൊണ്ടുവരുന്നു. അങ്ങനെ പിത്രോദയുടെ 2ാം ഊഴത്തിൽ പിത്രോദ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ മാറുന്ന അവസ്ഥയാണ്. ഇപ്പോഴും അമേരിക്കയിലാണ്. ഇപ്പോൾ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം തിരിച്ചുപോയി. എങ്കിൽ പോലും നിർണായകമായ ഒരുപാട് പദവികൾ ഇവിടെ വഹിച്ചു. നോളജ് മിഷന്റെ ഒക്കെ ചെയർമാനായിരുന്നു, ഇന്നൊവേഷൻ മിഷന്റെ ചെയർമാനായിരുന്നു. വലിയ തോതിൽ കോൺഗ്രസിനെ പുനരുദ്ധരിക്കാനുള്ള പാക്കേജ് ഒക്കെ ഉണ്ടാക്കിയ നേതാവാണ്. ഇപ്പോഴും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റായി പിത്രോദ അമേരിക്കയിൽ തുടരുകയാണ്.
അതുകൊണ്ടാണ് പിത്രോദയുടെ അടുത്ത് എന്നിട്ട് ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നത്. പിത്രോദ ഈ പ്രകടന പത്രികയുടെ ശില്പികളിൽ ഒരാളാണ്. അപ്പോൾ പിത്രോദ ആരുടെയും സ്വത്ത് പിടിച്ചെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് പാവങ്ങൾക്കൊപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ നാട്ടിലെ സ്വത്ത് ആദിവാസികൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിമുകൾക്കും ഒന്നും കിട്ടുന്നില്ല, അവർക്ക് കൃത്യമായി കിട്ടണം, അതിനുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞ് വലിയ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരെ കയ്യിലെടുക്കാൻ നടത്തിയ ശ്രമമാണ്. ആ ബോംബ് പൊട്ടുന്നതിന് മുൻപ് മോദി പിടിച്ചെടുത്ത് അമ്മാനമാടാൻ തുടങ്ങിയത് കോൺഗ്രസിന് വിനയായി മാറിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മരിച്ചാൽ അമേരിക്കൻ മോഡലിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുമെന്നാണ്. അതായത് നമുക്കുള്ള സ്വത്ത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് മുഴുവൻ പോകുന്നില്ല, 50% നമ്മുടെ മക്കൾക്ക് പോകൂ, ബാക്കി 50% സമൂഹത്തിന് കിട്ടുമെന്നാണ്. വാസ്തവത്തിൽ ഇതൊരു വിപ്ലവകരമായ പ്രഖ്യാപനമാണ്, പാവങ്ങളെ ശരിയാക്കിയെടുക്കാനുള്ള പ്രഖ്യാപനം. പക്ഷെ അത് മോദി ഭംഗിയായി ഉപയോഗിച്ച് നിങ്ങൾ കഷ്ടപ്പെടുന്ന സ്വത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ പിടിച്ചെടുക്കും, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ സ്വത്ത് അവർ കൊണ്ടുപോകും എന്ന തരത്തിൽ പ്രചരണം ആരംഭിച്ചു. ഈ പ്രചരണം വാസ്തവത്തിൽ കോൺഗ്രസിന് വിനയായി മാറുകയാണ് എന്നതാണ് വാസ്തവം. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് കോൺഗ്രസിന് അറിയില്ല. മോദിയുടെ വാക്ചാതുരി, പ്രചരണം നടത്താനുള്ള BJPയുടെ പട, അവർ അത് ഭംഗിയായി ഉപയോഗിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടോ ജീവിക്കുന്നത് കൊണ്ടോ കാര്യമില്ല, നിങ്ങളുടെ സ്വത്തിന്റെ പകുതി അവർ കൊണ്ടുപോകും, സർക്കാർ പിടിച്ചെടുക്കും എന്ന പ്രചരണം ശക്തമാകുന്നു. അതുകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ, നികുതി അടയ്ക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ അത് ബുദ്ധിമുട്ടാവും. പാവങ്ങൾക്ക് ഗുണമാവും, ഒന്നുമില്ലാത്തവൻ. പക്ഷെ ഒന്നുമില്ലാത്തവൻ ഇതൊന്നും അറിയുന്നില്ല. ഇത്തരം പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഇടത്തരക്കാരും അവർക്ക് മുകളിലുള്ളവരെയുമാണ്. താഴെത്തട്ടിലുള്ളവന് ഇതൊന്നും അറിയുന്നില്ല. അവൻ ആർക്കെങ്കിലും പോയി വോട്ട് ചെയ്യുന്നു, ആരെങ്കിലും അവൻ എന്തെങ്കിലും പാക്കേജ് കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ വോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം പാവങ്ങൾ. കേരളത്തിന്റെ കണക്കിൽ നമ്മൾ ഇതിനെ കാണരുത്. അതുകൊണ്ട് ഈ വലിയ വിപ്ലവകരമായ നീക്കം VP സിംഗ് മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയതുപോലെ വലിയ ചർച്ചയാകും, മാറ്റമുണ്ടാക്കുമെന്ന് കരുതി കോൺഗ്രസ് കൊണ്ടുവന്ന ഈ മാറ്റം അവർക്ക് വിനയായി മാറുന്നു. ഒടുവിൽ കോൺഗ്രസിന് തള്ളിപ്പറയേണ്ടി വന്നു, അത് ഞങ്ങളുടെ നയമല്ല, സാം പിത്രോദയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് തലയൂരേണ്ടി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മോദിയുടെ ചാണക്യതന്ത്രവും മോദിയുടെ മികവും. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് മോദിക്ക് നന്നായി അറിയാം. അതിനുവേണ്ടി അദ്ദേഹം ഏത് കാർഡും എടുക്കും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രഖ്യാപനവും പ്രസ്താവനയും ഒക്കെയാണ് കോൺഗ്രസിന്റെ രാജകുമാരൻ എന്ന് രാഹുലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് മോദി വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നത്. മോദിക്ക് പകരം മോദി മാത്രമാണ്. സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏത് നല്ല കാര്യവും മോദിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാക്കി മാറ്റാൻ ത്രാണിയുണ്ട് എന്നതിന് തെളിവാണ് സാം പിത്രോദ പിടിച്ചിരിക്കുന്ന ഈ പുലിവാല്.